നമസ്കാരം. എല്ലാ ദുഃഖങ്ങളും അകലുന്നതിനും സർവ്വപാപങ്ങളും നശിക്കുന്നതിനും ഫലം നൽകുന്ന അജാ ഏകാദശി നാളെയാണ്. പ്രൗഷ്ഠപദ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ ഈ ഏകാദശി അന്നദ ഏകാദശി, അജപദ ഏകാദശി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. സർവ്വദുഃഖ നിവാരണപ്രദമായ ഈ ഏകാദശിയുടെ മാഹാത്മ്യകഥ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരന് പറഞ്ഞുകൊടുക്കുന്ന രീതിയിലാണ് വിവരിച്ചിരിക്കുന്നത്. അയോധ്യ നഗരം ഭരിച്ചിരുന്ന സത്യസന്ധതയുടെ പേരിൽ പ്രശസ്തനായ രാജാവായിരുന്നു ഹരിശ്ചന്ദ്രൻ. ഒരിക്കൽ വിശ്വാമിത്ര മഹർഷിയുടെ പദ്ധതി പ്രകാരം ദേവന്മാർ ഹരിശ്ചന്ദ്രനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. രാജാവ് തന്റെ സ്വപ്നത്തിൽ രാജ്യം മുഴുവൻ വിശ്വാമിത്ര മഹർഷിക്ക് ദാനം ചെയ്യുന്നതായി കണ്ടു. പിറ്റേന്ന് രാവിലെ കൊട്ടാരത്തിലെത്തിയ വിശ്വാമിത്രൻ സ്വപ്നത്തിലേതുപോലെ തന്നെ രാജ്യം ആവശ്യപ്പെടുകയും രാജാവ് അത് നൽകുകയും ചെയ്തു. ഭാര്യയെയും മകനെയും പോലും നഷ്ടമാകുന്ന അവസ്ഥയിലായി രാജാവ്. മുൻകാല കർമ്മങ്ങളുടെ കർമ്മഫലം മൂലം ഈ അവസ്ഥയിലായ രാജാവ് ഒരു ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടത്തുന്ന ആളിൻ്റെ കീഴിൽ പണിയെടുത്തു പോന്നു. ഈ കഷ്ടമായ അവസ്ഥയിൽ പോലും തൻ്റെ സത്യസന്ധതയോ നല്ല കർമ്മങ്ങളോ അദ്ദേഹം ഉപേക്ഷിച്ചില്ല. ഒരിക്കൽ ഗൗതമ മുനി ഹരിശ്ചന്ദ്ര രാജാവിനടുത്തെത്തുകയും രാജാവ് തൻ്റെ ദുഃഖങ്ങൾ മുനിയോട് വിവരിക്കുകയും ചെയ്തു. അപ്പോൾ മുനി പറഞ്ഞു, ഭാദ്രപദ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ അജ ഏകാദശി കഠിനവ്രതമായി ആചരിക്കുകയും രാത്രി ഉറക്കമിളയ്ക്കുകയും ചെയ്യുക. ഇതുവഴി നിങ്ങളുടെ എല്ലാ പാപങ്ങളും ഇല്ലാതാകും. ഇത്രയും പറഞ്ഞ് മുനി അപ്രത്യക്ഷനായി. മുനിയുടെ ഉപദേശപ്രകാരം രാജാവ് വിധിപ്രകാരം അജ ഏകാദശി അനുഷ്ഠിച്ച് പാപമുക്തനായി. എന്നാൽ ഈ സമയത്ത് രാജാവിൻ്റെ മകന് സർപ്പത്തിൻ്റെ കടിയേൽക്കുകയും മരിക്കുകയും ചെയ്യുന്നു. മകന്റെ ശരീരവുമായി ശ്മശാനത്തിലെത്തിയ രാജ്ഞിയോട് സങ്കടമടക്കി രാജാവ് കൂലിക്കായി അപേക്ഷിച്ചു. എന്നാൽ നിസ്സഹായാവസ്ഥയിലായിരുന്നു രാജ്ഞി. മകന്റെ അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കാൻ അവർ സാരിയുടെ ഒരു കഷ്ണം വലിച്ചു കീറി. ആ നിമിഷം സ്വർഗത്തിൽ നിന്നും പുഷ്പവൃഷ്ടിയോടൊപ്പം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും മറ്റു ദേവതകളും പ്രത്യക്ഷപ്പെടുകയും രാജാവിൻ്റെയും രാജ്ഞിയുടെയും അചഞ്ചല ഭക്തിയും നിസ്വാർത്ഥതയും സത്യസന്ധതയും കണ്ട് അവരെ സർവ്വസമ്പത്തുകളോടൊപ്പം മരിച്ച മകനെയും തിരികെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. രാജാവിനും കുടുംബത്തിനും സ്വർഗലോകം പോകാനുള്ള അനുഗ്രഹവും സിദ്ധിച്ചു. അർപ്പണബോധത്തോടെ ഈ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് സകല പാപങ്ങളും നീങ്ങുകയും സ്വർഗപ്രാപ്തി ഉണ്ടാകുകയും ചെയ്യുന്നു എന്നാണ്. ഈ കഥ കേൾക്കുന്നത് പോലും അശ്വമേധ യജ്ഞം നടത്തിയ ഫലം നൽകുന്നു. ദശമി ദിനത്തിൽ ഒരിക്കലോടുകൂടി വ്രതം ആരംഭിക്കാം. പകലുറക്കം പാടില്ല. സസ്യാഹാര ഭക്ഷണം, ബ്രഹ്മചര്യനിഷ്ഠ, മാനസിക ശാരീരിക ശുദ്ധി തുടങ്ങി സാമാന്യ വ്രതനിഷ്ഠകൾ പാലിക്കുക. ഏകാദശി ദിനത്തിൽ വെളുപ്പിനുണർന്ന് കുളിച്ച് മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും ഭജിക്കുക. പൂർണ്ണ ഉപവാസമായോ പാലും ഫലങ്ങളും ഭക്ഷിച്ചോ തുളസീതീർത്ഥം മാത്രം സേവിച്ചോ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് വ്രതമെടുക്കാവുന്നതാണ്. ധാന്യഭക്ഷണം, ഉള്ളി, വെളുത്തുള്ളി ഇവ ഒഴിവാക്കുക. എണ്ണ തേച്ച് കുളിക്കരുത്. തുളസിയെ പൂജിക്കുന്നതും പ്രദക്ഷിണം വയ്ക്കുന്നതും ഉത്തമം. ഭഗവത് നാമങ്ങൾ ഭജിക്കുകയും ക്ഷേത്രദർശനം നടത്തുകയും ചെയ്യുക. രാത്രി ഉറക്കമൊഴിയുന്നതാണ് ഈ വ്രതത്തിന് പറഞ്ഞിരിക്കുന്ന നിഷ്ഠ. പിറ്റേന്ന് രാവിലെ ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം. വ്രത ദിവസം അന്നദാനം ചെയ്യുന്നത് ഉത്തമമാണ്. ഇത്തവണ അജ ഏകാദശി വരുന്നത് ഓഗസ്റ്റ് 29 വ്യാഴാഴ്ചയാണ്. ഏകാദശി തിഥി വരുന്നത് ഓഗസ്റ്റ് 29 വ്യാഴാഴ്ച അതികാലെ 1:20 മുതൽ ഓഗസ്റ്റ് 30 അതികാലെ 1:38 വരെയാണ്. ഹരിവാസര സമയം ഓഗസ്റ്റ് 29 രാത്രി 7:50 മുതൽ ഓഗസ്റ്റ് 30 രാവിലെ 7:50 വരെയാണ്. പാരണ വീടേണ്ടത് ഓഗസ്റ്റ് 30 വെള്ളിയാഴ്ച രാവിലെ 7:50 മുതൽ 8:42 വരെയാണ്. ഏവർക്കും പുണ്യകരമായ ഈ ഏകാദശി അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.